ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 32-ാം തിരുവചനം. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ്. പരിശുദ്ധ തൃത്വ ദൈവത്തിന് സ്തുതി. പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാൻ വന്ന നസ്രായൻ, ആ ക്ഷണം ലഭിക്കുവാനുള്ള യോഗ്യത ഞാനൊരു പാപിയാണ് എന്ന ഒരു ബോധ്യമാണ്. എന്നാൽ അവൻ വിളിക്കുന്ന സമയം തിരിച്ചറിയുവാൻ ഒരു മാനസാന്തരമുള്ള ഹൃദയത്തിനുടമയായി എന്നും ജീവിക്കുക എന്നുള്ളതുമാണ് പ്രധാനം. ഞാനൊരു നീതിമാനാണ്, ഞാൻ ആരാധനകളിലും വിശുദ്ധ കുർബാനകളിലും പ്രാർത്ഥനകളിലും സുവിശേഷ യോഗങ്ങളിലും മുടങ്ങാതെ പങ്കെടുക്കുന്ന, യേശുവിനെ പൂർണ്ണമായും ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു നീതിമാനാണ് എന്ന ബോധ്യം എന്നെ ഭരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനും ആ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും ചിന്താഗതിയിൽ ജീവിക്കുന്നവനാകാം. മോശയുടെ നിയമത്തിൽ നിന്നും അണുവിട വ്യതിചലിക്കാതെ ജീവിച്ചിരുന്ന നീതിമാന്മാർ എന്ന അഹത്തിൽ ജീവിക്കുന്ന പരീശന്മാരും ശാസ്ത്രിമാരും. ആ നീതിമാന്മാർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നതല്ല ഈ ചെറുപ്പക്കാരൻ്റെ പല പ്രവർത്തനങ്ങളും ചെയ്തികളും. നിയമത്തിൽ അനുശാസിച്ചതിനെതിരായി ഒരു കുഷ്ഠരോഗിയെ പോയി തൊടുക, ഞാൻ പാപിയാണ്, എന്നെ വിട്ടുപോകുക എന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളിയായ പത്രോസിനെ കൂടെ കൂട്ടുക, ഒരു സാമൂഹിക വഞ്ചകനായി സമൂഹം കാണുന്ന ലേവി എന്ന ചുങ്കക്കാരനെ തൻ്റെ ശിഷ്യനാക്കുക, പിന്നീട് അവൻ്റെ കൂട്ടുകാരായ ഒരുപാട് പാപികളുമായി ഇരുന്ന് ഭക്ഷണം കഴിക്കുക. അങ്ങനെ അന്ന് ആ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിബോധത്തിനും ധാർമ്മികതയ്ക്കും ചേർന്നവരായി കാണാത്ത എത്ര പാപികളാണ് കർത്താവിൻ്റെ മുൻപിൽ വന്നു പോകുന്നത്. ഇന്നും ഒരുപക്ഷെ നമ്മുടെ മുൻപിലൂടെയും നമ്മുടെ നീതിബോധത്തിനും ധാർമ്മികതയ്ക്കും ചേർന്നതല്ലാത്ത എത്ര പാപികളെയാണ് നമ്മൾ കാണുന്നത്. മദ്യത്തിൻ്റെയും മദിരാശിയുടെയും പിന്നാലെ പോകുന്നവർ, അതിനുവേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുന്നവർ, അതിനുവേണ്ട സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കുന്നവർ, മയക്കുമരുന്നിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ പെട്ടുപോകുന്ന യുവാക്കളും യുവതികളും, പലവിധത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ, വലിയ യുദ്ധങ്ങളും നിഷ്കളങ്കരെ കൊന്നൊടുക്കുന്നതുമായ ഒരു ലോകം. ഈ ഒരു ലോകത്തിൽ ജീവിക്കുന്ന നാം ഓരോരുത്തർക്കും നമ്മുടെ ചുറ്റിലും പല വിധത്തിലുള്ള പാപങ്ങളിൽ ഏർപ്പെടുന്ന, ഒരുപക്ഷെ നമ്മുടെ സ്വന്തം ഭവനത്തിൽ, നമ്മുടെ അയൽ ഭവനങ്ങളിൽ, സുഹൃത്ത് ബന്ധങ്ങളിൽ, അങ്ങനെ അനേകം വ്യക്തിത്വങ്ങളെ പരിചയമുണ്ടാകാം, നമ്മൾ കാണുന്നുണ്ടാകാം. ഇവിടെ യേശുവും ആ ലേവിയുടെ ഭവനത്തിൽ, ആ ചുങ്കക്കാരുടെ മധ്യത്തിൽ അവിടെ ഇരുന്ന് ആ പാർട്ടിയിൽ അവരോട് കൂടെ ചേർന്ന് ആ രാത്രിയിൽ സല്ലപിക്കുന്നത് കാണുന്ന പരീശന്മാർ. ഇന്ന് യേശു നമ്മോട് കൂടെ ഈ കാലഘട്ടങ്ങളിലാണ് ജീവിച്ചിരുന്നതെങ്കിൽ ഇങ്ങനെയുള്ള പാപികളുടെ കൂടെ അവൻ പോയി അവരെ കൂട്ടുകാരാക്കിയാൽ, അവരുടെ കൂടെ ഇരുന്ന് പാർട്ടികളിൽ അവൻ അറ്റൻഡ് ചെയ്താൽ യേശുവിന് ചാർത്തിക്കൊടുക്കുന്ന പേർ എന്തായിരിക്കും? അങ്ങനെയുള്ള ഒരു പാർട്ടിയിലേക്ക് പോലീസ് എങ്ങാനും വന്നാൽ യേശുവും ഒരുപക്ഷെ അവരോടുകൂടെ അകത്താകുവാനും ഒരു FIR എല്ലാം ഇട്ട് ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു വ്യക്തിയായി തീരുന്ന യേശുവിനെ പിന്നീട് നമ്മൾ സ്വീകരിക്കുവാൻ നീതിമാന്മാരായി ജീവിക്കുന്ന നമുക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? അങ്ങനെയുള്ളവരെ കാണുവാനോ അവരോടൊന്ന് സംസാരിക്കുവാനുള്ള ഒരു മനസ്സ് പോലും ഒരുപക്ഷെ നമുക്കുണ്ടാവില്ല, അല്ലേ? അതിപ്പോൾ സാക്ഷാൽ യേശു തന്നെയാണ് എങ്കിലും. യഹൂദ വീക്ഷണത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട തൊഴിലിൽ ചുങ്കം പിരിവിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് ആ ലേവി. അങ്ങനെയുള്ള ഒരാൾക്ക് യേശുവിനെ അനുഗമിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് ഒരുപക്ഷെ അങ്ങനെയുള്ള ആളുകൾക്കൊരു മതനേതാവിനെ കാണണമെന്ന ആഗ്രഹം ഉണ്ടായാൽ പോലും അതിന് തടസ്സങ്ങൾ ഏറെ ഉണ്ടാകും, അല്ലേ? യേശു അന്ന് ലേവിയെ വിളിച്ചില്ലായിരുന്നുവെങ്കിൽ മത്തായി എന്ന ആ യേശുവിൻ്റെ ശിഷ്യൻ ഒരിക്കലും യേശുവിൻ്റെ ശിഷ്യവൃന്ദത്തിലേക്ക് കടന്നു വരുവാൻ സാധ്യതയില്ലായിരുന്നു. മത്തായി തൻ്റെ ചുങ്കം പിരിക്കുക എന്ന ആ പണി തുടർന്നേനെ, അല്ലേ? എന്നാൽ നാം ഓരോരുത്തരോടും അവൻ പറയുകയാണ്,
നീതിമാന്മാരായി ജീവിക്കുന്ന നമ്മളോട് പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കുവാനാണ് ഞാൻ വന്നത്. ഒരുപക്ഷെ ആദ്യം പാപിയായ എന്നെയും പിന്നീട് എൻ്റെ ചുറ്റുമുള്ള അറിഞ്ഞും അറിയാതെയും FIRൽ പേര് വന്നു പോയ, പല ചതിവുകളാൽ കുറ്റകൃത്യങ്ങളിൽ വീണുപോയ, തെറ്റായ കൂട്ടുകാരാൽ ദുശീലങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെട്ട ഓരോ വ്യക്തികളെയും പരിപൂർണമായും അവരോട് ക്ഷമിച്ച് അവരുടെ ഒരു സഹായകനായി, അവരുടെ ഒരു കമ്പാനിയനായി തീർന്ന് ഒരാളെയെങ്കിലും നസ്രായനിലേക്ക് എത്തിക്കുവാൻ നമുക്ക് സാധിച്ചാൽ നാമും അവൻ്റെ ശിഷ്യനാണ്. എങ്ങനെയുള്ള ശിഷ്യൻ? ചുങ്കക്കാരനായ പാപിയായ ലേവി എന്ന മത്തായി അവൻ്റെ ശിഷ്യനായ പോലെ അനേകം മറ്റ് വെറുക്കപ്പെട്ട തനിക്കറിയാവുന്ന പലരെയും യേശുവിൻ്റെ സന്നിധിയിലേക്ക് ആ ഒറ്റ രാത്രിയിൽ എത്തിച്ച പോലെയുള്ള ഒരു ശിഷ്യൻ. അങ്ങനെയുള്ള എൻ്റെ പൊന്നേശുവിൻ്റെ ശിഷ്യത്വം ലഭിക്കുവാനുള്ള ഒരു വിളി നമുക്കും അവനിൽ നിന്ന് പ്രതീക്ഷിക്കാം, ആഗ്രഹിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.